കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആധാർ കാർഡ് കിട്ടില്ലെന്നറിഞ്ഞ നിധി തിരികെ കാറിലേക്ക് കയറി. ദക്ഷിണോടായി പറയുന്നുണ്ട്, ഇനിയൊന്നും ട്രൈ ചെയ്യണ്ട, ഇതോടെ എല്ലാം അവസാനിപ്പിക്കാം. ഒന്നും നടക്കാൻ പോകുന്നില്ല. മരിക്കും വരെ ഒരടയാളവും ഇല്ലാത്തൊരാളായിട്ട് ഞാൻ ജീവിച്ചോളാം. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോ എന്തെല്ലാം പ്ലാൻ ചെയ്തിട്ടാ വന്നത്? എന്തെങ്കിലും നടന്നോ? സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ പറ്റിയില്ല, ആധാർ കാർഡ് എടുക്കാൻ പറ്റിയില്ല, ജോലിക്ക് പോവാൻ പറ്റിയില്ല, ആകെ ലോക്കായി പോയതുപോലെ. ഈ ഒരവസ്ഥ ആർക്കും ഉണ്ടാവാൻ പാടില്ല സുധീഷ് എന്ന് സങ്കടത്തോടെ അവൾ പറയുമ്പോഴേക്കും സുധീഷും കാർ എടുക്കുകയാ. പിന്നീട് വഴിയിലൊരിടത്ത് കാർ നിർത്തി നിധി കാറിന് പുറത്ത് ചാരി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. സുധീഷ് ഒരു ബോട്ടിൽ വെള്ളവുമായി അവളുടെ അടുത്തേക്ക് വന്ന് കുറച്ച് വെള്ളം കുടിക്കുന്ന പറയുമ്പോൾ വേണ്ടെന്ന് അവളും. ശകലം വെള്ളം കുടിക്കുന്ന അവൻ വീണ്ടും നിർബന്ധിക്കുമ്പോഴേക്കും അവൾ വെള്ളം വാങ്ങി കുടിക്കുകയാ. എനിക്ക് അയാളുടെ അവസ്ഥ നന്നായി മനസ്സിലാവുന്നുണ്ട്. ഇത് ഒരു അവസാനമായി കാണരുത്. ഉറപ്പായും എന്തെങ്കിലും ഒരു വഴിയുണ്ടാവും. ഇയാൾ എനിക്കൊരു 2 മിനിറ്റ് സമയം താ. എന്താ ചെയ്യാൻ പറ്റാന്ന് എനിക്ക് പരിചയമുള്ള ഒരാളോട് ഞാൻ വിളിച്ചു ചോദിക്കട്ടെ. അതുവരെ ഇയാള് വണ്ടി തന്നെ ഇരുന്നു. വെറുതെ വെയിൽ കൊള്ളേണ്ട ആവശ്യമില്ലല്ലോ. ചെന്നിരുന്നു, ഞാൻ നോക്കിക്കോളാമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും കാറിലേക്ക് കയറിയിരിക്കുക. സുധീഷും ടെൻഷനോടെ ആരെയും മൊബൈലിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുന്നത് നിധിയും കാറിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ആറുമില്ല, അത് വിട്ടേക്കെന്ന് പറയുന്നുണ്ട്. നിധി, ഉറപ്പായും എന്തെങ്കിലും വഴി ഉണ്ടാവുമെന്നേ, അതറിയാവുന്ന ആരെങ്കിലും ഉണ്ടാവുകയും ചെയ്യും എന്ന് സുധീഷ് പറയുമ്പോ അറിയാവുന്ന വഴികളൊക്കെ നമ്മൾ നോക്കി. ആ വഴികൾ തന്നെയാ നെറ്റിലുള്ളതും. അതിന്മേലെ വേറെ ആര് പറയാൻ? നമുക്ക് തിരിച്ചു പോവാമെന്ന് നിധിയും. അല്ല, ഉറപ്പായിട്ടും എന്തെങ്കിലും വഴിയുണ്ടാവും, ഞാൻ അത് കണ്ടുപിടിക്കുകയും ചെയ്യും. എന്നിട്ട് ആധാർ കാർഡ് ഇയാൾക്ക് എടുത്ത് തരികയും ചെയ്യും. എന്റെ ഉറപ്പാന്ന് സുധീഷ് പറയുമ്പോ ആവട്ടെ, കിട്ടുമ്പോ കിട്ടട്ടെ, തൽക്കാലം നമുക്ക് പോവാം, വരുമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് നിധി. ഇവിടെ സുധീഷിന്റെ വീട്ടിലെത്തിയ ബ്രോക്കറോട് സംസാരിച്ചിരിക്കുകയാണ് ഭാസ്കരൻ. ഏതെങ്കിലും ഒരു ചെറുക്കനെയും പെണ്ണിനെയും കൂട്ടിമുടിച്ച് കല്യാണം കഴിപ്പിച്ച് കമ്മീഷൻ വാങ്ങണം. അവര് ജീവിച്ചാലും ഇല്ലെങ്കിലും ഇയാൾക്ക് എന്താ അല്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോ, അല്ലാതെ പിന്നെ ഞാനെന്ത് വേണം, നന്നായി ജീവിക്കണേന്ന് ദിവസവും പോയി കൗൺസിലിംഗ് കൊടുക്കണോ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോ അത് അവിടെ ഇരുന്ന നികേഷും ശ്രദ്ധിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും യോജിച്ച പെണ്ണിനെ കണ്ടെത്തി കൊടുക്കണം, അപ്പോ അവർക്കിടയിൽ വഴക്കൊന്നുമില്ലാതെ പോവില്ലേ എന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോഴാണ് സുധീഷും നിധിയും കാറിൽ അങ്ങോട്ടെത്തുന്നത്. അവരെ കണ്ട് സന്തോഷത്തോടെ ഏട്ടനും ഏട്ടത്തിയും വന്നല്ലോ എന്ന് നികേഷും പറയുന്നുണ്ട്. അവർ ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷേ, നിങ്ങൾ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് ബ്രോക്കറും സന്തോഷത്തോടെ പറയുന്നുണ്ട്. സുഭാഷിന് ഏതോ ഒരു പെൺകുട്ടി റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു വന്നതാ, എന്താ ഏതെന്നൊക്കെ കേട്ടു നോക്കുന്ന അച്ഛനും. സുധീഷും സന്തോഷത്തോടെ, ഓ സുഭാഷേട്ടന്റെ കല്യാണത്തെ പറ്റിയൊക്കെ അന്വേഷിച്ചു തുടങ്ങിയല്ലേ, കൊള്ളാലോ എന്ന് പറയുമ്പോ എന്റെ അഭിപ്രായം ഈ വീട്ടിലൊരു പൂച്ചക്കുഞ്ഞു പോലും വില വെക്കില്ല. എന്നാലും തന്തയല്ലേ, മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തെന്നുള്ള പരാതിയും കേൾക്കണം. ദേ, ഇങ്ങേരോടെ കല്യാണം പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഇനി പെണ്ണ് കാണണോ വേണ്ടോന്നൊക്കെ നിങ്ങൾ അങ്ങ് തീരുമാനിക്കേ. കെട്ടിക്കയോ കെട്ടഴിക്കോ എന്ത് വേണേലും ചെയ്യേ എന്ന് പറഞ്ഞ് ബീഡിയും വലിച്ച് ഭാർഗവൻ മുറ്റത്തോട്ട് ഇറങ്ങി പോവുകയാ. അത് കാണേ ഭാസ്കരേട്ടാ, ഇതെന്തു കഥയാന്ന് പറഞ്ഞ് ബ്രോക്കർ എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും അത് പോട്ടെ, സുധീഷേട്ടൻ വന്നല്ലോ, നിങ്ങൾ കാര്യം പറയുന്ന നികേഷും. സുധീഷ് ഉമ്മറത്തേക്ക് കയറുമ്പോഴേക്കും നിങ്ങളുടെ അച്ഛൻ വഴിയിൽ വെച്ച് എന്നെ ഒന്ന് ആട്ടി. ഒരു പെണ്ണ് ശരിയാക്കി തന്നില്ലെങ്കിൽ ഈ ബ്രോക്കർ കുപ്പായം ഇട്ടുകൊണ്ട് നടക്കുന്നത് എന്തിനാന്ന്, എന്നാ പിന്നെ ഒരുത്തിയെ കണ്ടെത്തിയെ അടങ്ങുന്നു ഞാനോ എന്ന് ബ്രോക്കർ സുധീഷിനോടായി പറയുമ്പോ, എന്നിട്ട് കിട്ടിയോ എന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. പിന്നെ എന്ന് ബ്രോക്കർ പറയുമ്പോ, അതെയോ, എവിടെയുള്ള കുട്ടിയാന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. കുട്ടി നിങ്ങളൊക്കെ അറിയുന്ന ആള് തന്നെയാ, നമ്മളൊരിക്കൽ പോയി കണ്ടതാന്നേ, ആറ്റിങ്ങലിനടുത്തേ എന്ന് ബ്രോക്കർ പറയേ. ആ കുട്ടിയോ എന്ന് അമ്പരപ്പോടെ നികേഷും ചോദിക്കുന്നുണ്ട്. ഏതാടാന്ന് സുധീഷും ചോദിക്കും. സുഭാഷേട്ടൻ പരിപ്പട ഉണ്ടാക്കാൻ പഠിപ്പിച്ചില്ലേ ആ കുട്ടിയെന്ന് നികേഷും. പക്ഷെ അത് നടക്കില്ലെന്ന് അവരിവിടെ വന്ന് പറഞ്ഞിട്ട് പോയതല്ലേ എന്ന് സുധീഷ് ചോദിക്കേ. അതും ശരി തന്നെ, പക്ഷേ വീണ്ടും ആലോചിക്കുന്നതിൽ അവർക്ക് വിരോധവുമില്ല. ആ പെൺകുട്ടിയും നിങ്ങളുടെ സുഭാഷും തമ്മിൽ ഒരിക്കൽ മീറ്റ് ചെയ്തിരുന്നു എന്ന് ബ്രോക്കർ പറയേ. സുഭാഷേട്ടൻ ആ കുട്ടിയെ ഒറ്റയ്ക്ക് പോയി കണ്ടെന്നോ? ശേ, അതൊരിക്കലും നടന്നിട്ടുണ്ടാവില്ലെന്ന് സുധീഷും. പിന്നെ ആ കുട്ടി എന്നോട് പറഞ്ഞതാ, അന്ന് ആ കുട്ടി ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, അതിനൊക്കെയാണെങ്കിൽ അവർ വിവാഹത്തിന് തയ്യാറാ എന്ന് ബ്രോക്കർ പറയേ. എന്ത് കണ്ടീഷൻ എന്ന് സുധീഷും. അത് നിങ്ങളുടെ സുഭാഷിനോട് തന്നെ ചോദിക്കേ, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ പറ, നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് ബ്രോക്കർ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും, അല്ല കുടിക്കാനൊന്നും വേണ്ട എന്ന് നിധി ചോദിക്കുന്നുണ്ട്. വേണ്ട മോളെ, സുഭാഷിന്റെ കല്യാണം നടന്നിട്ട് ആ സദ്യയെ ഞാൻ ഇവിടുന്ന് കഴിക്കുമെന്ന് മുന്നേ തീരുമാനിച്ചതാ, അതിലൊരു മാറ്റമൊന്നുമില്ലെന്ന് പറഞ്ഞ് ബ്രോക്കറും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാ. സുധീഷും സംശയത്തോടെ, എന്നാലും സുഭാഷേട്ടൻ ഒറ്റയ്ക്ക് പോയി ആ കുട്ടിയെ കണ്ടു എന്ന് പറയുമ്പോ കണ്ടിട്ടുണ്ടാവും എന്ന് നിധിയും. ഏയ്, എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാനാവുന്നില്ലെന്നേ എന്ന് സുധീഷ് പറയുമ്പോ, അമ്മ ചേച്ചിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നത് ഞാൻ കേട്ടതാ, പക്ഷേ നേരിൽ കണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ലെന്നാണല്ലോ എന്നോട് പറഞ്ഞത് എന്ന് നികേഷും പറയുന്നുണ്ട്. വൈകുന്നേരം സുഭാഷ് ജോലി കഴിഞ്ഞ് എത്തുമ്പോഴേക്കും ഹോളിൽ സുഭാഷിനെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നികേഷും സുധീഷും ഹരീഷുമെല്ലാം. ബുക്ക് കറക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന നികേഷിനോടായി, എന്താടാ പഠിക്കാതെ ബുക്ക് എടുത്ത് കറക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ച് സുഭാഷ് റൂമിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും, സുഭാഷ് ഒരു മിനിറ്റ് ഇങ്ങ് വായെന്ന് സുധീഷ് വിളിക്കുന്നുണ്ട്. സുഭാഷ് അവന്റെ അരിയിലേക്ക് ചെന്ന്, എന്താടാ എന്ന് ചോദിക്കുമ്പോ, ഇത്രയും ഞങ്ങൾ വിചാരിച്ചില്ല സുഭാഷേട്ടാ എന്ന് സുധീഷ് പറയേ. എന്ത് എന്ന് സുഭാഷും.
നിസ്സാര ആളല്ലെന്ന് മനസ്സിലായി എന്ന് സുധീഷ് വീണ്ടും പറയേ മനസ്സിലായില്ലെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും നിധിയും അങ്ങോട്ടെത്തുകയാപ്പോഴേക്കും എല്ലാവരും സുഭാഷിന്റെ ചുറ്റും കൂടി നിൽപ്പുണ്ട്. അല്ല, നിങ്ങൾ എന്താ ചുറ്റും കൂടി നിന്ന് എങ്ങനെ നോക്കുന്നത് എന്ന് സുഭാഷ് ചോദിക്കേ സുഭാഷ് ഏട്ടൻ ജോലി കഴിഞ്ഞെത്തിയതല്ലേ ഉള്ളൂ, കുറച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചാ പോരെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. എന്ത് ചോദിക്കുന്ന കാര്യമാ മോളെ എന്ന് സുഭാഷ് ചോദിക്കേ എല്ലാവരും സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് അല്ല എന്തിനാ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ എന്തോ കള്ളത്തരം ചെയ്ത പോലെ എന്ന് സുഭാഷ് ചോദിക്കേ അപ്പോ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ട് അല്ലേ എന്ന് സുധീഷും. എന്ത് തോന്നല് എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഞങ്ങൾ എന്തായാലും അങ്ങനെ വിചാരിച്ചില്ല സുഭാഷ് ഏട്ടാ എന്ന് സുധീഷ് പറയേ എങ്ങനെ വെറുതെ മനുഷ്യനെ വട്ടുപിടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ, വന്ന് കേറിയപ്പോ മുതൽ തുടങ്ങിയതാണല്ലോ എന്ന് സുഭാഷും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഞങ്ങൾക്കറിയാത്തതായി സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ടല്ലേ, ഏട്ടനൊരു പാവമാണെന്നാ ഞങ്ങൾ വിചാരിച്ചതെന്ന് സുധീഷ് പറയേ ഞാൻ എന്ത് ചെയ്തെന്നാ എന്ന് സുഭാഷ് ഏട്ടൻ പോയി ഫ്രഷ് ആയിട്ട് വന്ന് നിധി പറയുമ്പോ വരട്ടെ, ഇനി എന്തായാലും ഞാൻ എന്താ ചെയ്തതെന്ന് അറിയട്ടെ പറ എന്ന് സുഭാഷും. അപ്പോ ഒരു രഹസ്യവും സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ ഇല്ല അല്ലേ എന്ന് നികേഷ് വീണ്ടും ചോദിക്കേ ദേ ഇനിയിട്ട് കുഴപ്പിച്ചാലേ നല്ല കിഴക്ക് മേടിക്കും എന്റെന്ന് പിന്നല്ലാതെ എന്ന് ദേഷ്യത്തോടെ സുഭാഷും. അപ്പോഴാണ് സുധീഷും സുഭാഷ് ഏട്ടൻ ഒരു പെൺകുട്ടിയെ തനിയെ പോയി കണ്ട് സംസാരിച്ചിരുന്നു എന്ന് ചോദിക്കേ ഞാൻ പോയി കാണാനോ തനിയെയോ എപ്പോ എന്ന് സുഭാഷും. കേൾക്കേ ഹരീഷും ശരി ബിൽഡപ്പൊക്കെ നിർത്താം, നേരിട്ട് ചോദിക്കാം, ആറ്റിങ്ങലിനടുത്ത് നമ്മളൊരു പെൺകുട്ടിയെ കാണാൻ പോയില്ലേ എന്ന് ഹരീഷ് ചോദിക്കേ ഏതെന്ന് സുഭാഷും. നമ്മൾ വടചുട്ട വീട് ഇപ്പൊ ഓർമ്മ വന്നോ, ആ കുട്ടിയെ സുഭാഷ് ഏട്ടൻ തനിയെ പോയി കണ്ട് സംസാരിച്ചിരുന്നോ എന്ന് സുധീഷ് ചോദിക്കേ കവിതയെ കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്ത കാര്യമെല്ലാം ഓർക്കുന്നുണ്ട് ഒരു പരുങ്ങലോടെ. അത് എന്ന് സുഭാഷ് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ദേ കണ്ടില്ലെന്നാണെങ്കി വേണ്ട, ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, ഇനിയുള്ള സത്യം ഇങ്ങോട്ട് പറഞ്ഞെന്ന് സുധീഷും. സുഭാഷ് ഏട്ടാ നിങ്ങൾ ആ കുട്ടിയുമായി സംസാരിച്ചെന്ന് ഇവരറിഞ്ഞു, അതാ ഇപ്പൊ വലിയ ആഗോള പ്രശ്നമായി പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നതെന്ന് നിധിയും. ഓ അതോ, അതിലിപ്പോ എന്താ കാര്യമെന്ന് സുഭാഷ് ചോദിക്കേ അതെന്താ ഞങ്ങളോട് പറയാണ്ടിരുന്നേ, അപ്പൊ അതിലെന്തോ ഉണ്ടെന്നല്ല അർത്ഥം എന്ന് ഹരീഷ് ചോദിക്കേ അല്ലേ എന്ന് നികേഷും. ഏയ് അങ്ങനൊന്നുമില്ല, അന്നവിടെ പോയി വന്നതിനു ശേഷം ഒരു ദിവസം പെട്ടെന്ന് ആ കുട്ടി വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞു, ഞാൻ പോയി കണ്ടു അത്രയുള്ളൂ എന്ന് സുഭാഷും. കണ്ട കാര്യം എന്താ ഞങ്ങളോട് പറയാഞ്ഞെന്ന് സുധീഷ് ചോദിക്കുമ്പോ പറയണമെന്ന് വിചാരിച്ചതാ, മറ്റു കാര്യങ്ങൾക്കിടയിൽ അത് മറന്നുപോയി, അത് പിന്നെ ഒരു പ്രധാന വിഷയമായി തോന്നിയതുമില്ല എന്ന് സുഭാഷ് പറയുമ്പോ ഓ മറന്നുപോയി, ഇതിലും പ്രധാനപ്പെട്ട ഏത് വിഷയമാ സുഭാഷ് ഏട്ടനുള്ളത്, സാധാരണ വന്നതും പോയതും കണ്ടതും ചെയ്തതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും പറയുന്ന ആളല്ലേ, എന്തിന് മത്തിയിൽ ഇരുമ്പം പുളിയിട്ട് വെക്കുന്നതിനെ പറ്റി അരമണിക്കൂർ ഇന്നലെ സംസാരിച്ചല്ലോ, ഇത് അതിലും ചെറിയ കാര്യമാണെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഹരീഷും അതെ കാര്യത്തിലേക്ക് കടക്കാം, നേരിട്ട് കണ്ടപ്പോ ആ കുട്ടി എന്താ പറഞ്ഞേ എന്ന് ചോദിക്കേ ഇതാരാ നിങ്ങളോട് പറഞ്ഞെന്ന് സുഭാഷും. അതാരെങ്കിലും ആവട്ടെ ആദ്യം എന്താ സംസാരിച്ചെന്ന് പറ, അങ്ങനെ രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ടടാ കുട്ടാ പറ എന്ന് സുധീഷ് പറയേ അല്ല എന്താ പറഞ്ഞെന്ന് പറ സുഭാഷ് ഏട്ടാ എന്ന് നികേഷും. എടാ അത് മാസം എത്രയായി, അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഞാൻ മറന്നുപോയിന്ന് സുഭാഷും. മറന്നുപോയി എന്നോ ചേട്ടാ, ഒരു പെണ്ണൊരു കാര്യം പറഞ്ഞ അതൊരാണും ഒരിക്കലും മറക്കില്ല എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ നിധിയും സംശയത്തോടെ അവനെ തന്നെ നോക്കുകയാ. എടാ ആ കുട്ടി കാണണമെന്ന് പറഞ്ഞു, കണ്ടു, എന്തൊക്കെയോ പറഞ്ഞു, അതൊന്നും എനിക്കിപ്പോ ഓർമ്മയില്ല, ഇതാണോ ഇപ്പോ വളഞ്ഞു കുത്തി ചോദിക്കാൻ കണ്ട കാര്യം, മാറട അങ്ങോട്ടെന്ന് പറഞ്ഞ് സുഭാഷ് അവിടെ നിന്ന് പോവുകയാ. റൂമിലെത്തിയ സുഭാഷും ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ആരായിരിക്കും ഇവരോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചനയോടെ നിൽപ്പാ. പിന്നീട് സുധീഷും നിധിയും ബ്രോക്കർ പറഞ്ഞ കുട്ടിയുടെ വീട്ടിലെത്തുന്നതാണ് കാണിക്കുന്നത്. ഇതാണോ വീടെന്ന് നിധി ചോദിക്കുമ്പോ അതെ, സുഭാഷ് ഏട്ടൻ പരിപ്പോടെ ഉണ്ടാക്കാൻ പഠിപ്പിച്ച അതേ വീട് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഇന്നിറങ്ങി വന്ന ബ്രോക്കറും വാ വാ നിങ്ങൾ രണ്ടുപേരും വന്നുള്ളൂ, വേറെ ആരും വന്നില്ലെന്ന് ചോദിക്കുക. അല്ല ആദ്യം ഞങ്ങൾ രണ്ടുപേരും വന്ന് സംസാരിക്കാന്ന് കരുതിയെന്ന് സുധീഷ് പറയുമ്പോഴേക്കും ബ്രോക്കർ അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവരെ സ്വീകരിച്ചിരുത്തുകയാ. പെൺകുട്ടിയുടെ അമ്മ ചായ എടുക്കാനായി പോകുമ്പോഴേക്കും സുധീഷ് നിധിയെ അവളുടെ അച്ഛന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇത് നിധി എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ സുധീഷിന്റെ വൈഫാ, ഈയിടെ കല്യാണം കഴിഞ്ഞ എന്ന് ബ്രോക്കറും പറയുന്നുണ്ട്. അത് കേൾക്കാൻ അയാളും അറിഞ്ഞിരുന്നു, വാർത്തയും കണ്ടു, വൈറൽ കല്യാണമായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോ അത് സിറ്റുവേഷൻ കുറച്ച് അങ്ങനെയായി പോയി എന്ന് സുധീഷും. അപ്പോഴേക്കും കവിതയെ അവളുടെ അച്ഛൻ അങ്ങോട്ട് വിളിക്കുക. അവളുടെ അമ്മ ചായയായി വരുമ്പോഴേക്കും അവൾ എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ട്. സുധീഷ് നിധിയെ ഇതെന്റെ വൈഫ് എന്ന് പറഞ്ഞ് കവിതയ്ക്ക് പരിചയപ്പെടുത്തുമ്പോഴേക്കും വന്നിരിക്കുന്ന നിധിയും അവളോടായി പറയുകയാ. അവൾ ഇരിക്കുമ്പോഴേക്കും കവിത എന്നല്ലേ പേരെന്ന് നിധി ചോദിക്കുന്നുണ്ട്. എന്നവൾ പറയുമ്പോഴേക്കും അന്ന് വന്നു പോയിട്ട് നിങ്ങൾക്ക് ഓക്കെ അല്ലെന്നാ പറഞ്ഞത്, ഇപ്പൊ ഈ ചേട്ടൻ വന്ന് ഓക്കെയാണെന്ന് പറഞ്ഞപ്പോഴാ ഞങ്ങൾ സംസാരിക്കാനായി വന്നത്, എന്തോ കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞെന്ന് സുധീഷ് ചോദിക്കുക. കണ്ടീഷൻ എന്ന് പറഞ്ഞാ അതന്ന് ഞങ്ങള് സുഭാഷിനോട് പറഞ്ഞിരുന്നതാ, അന്ന് ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു എന്ന് കവിതയുടെ അച്ഛൻ പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ ഞങ്ങളുടെ അടുത്ത് അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. കണ്ടീഷൻ എന്ന് കേട്ടപ്പോഴേ ആദ്യം അതെന്താന്ന് അറിയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നതെന്ന് സുധീഷ് പറയുമ്പോ അങ്ങനെയാണോ എന്ന് കവിതയുടെ അച്ഛനും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സുഭാഷുമായി ആദ്യം വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, പിന്നെ തെറ്റായി എടുക്കരുത്, നാട്ടിൽ നിങ്ങളുടെ കുടുംബത്തെ പറ്റി അന്വേഷിച്ചപ്പോ അത്ര നല്ല പേരല്ല കേട്ടത്, പക്ഷേ സുഭാഷിനെ കുറിച്ച് ആരും മോശം പറഞ്ഞില്ല, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് താനും. സുഭാഷിന് കവിതയെ കെട്ടിച്ചു കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല, പക്ഷേ ആ വീട്ടിലേക്ക് അയക്കില്ലെന്ന് കവിതയുടെ അച്ഛൻ പറയുമ്പോ
ഈ വിഷയമായതുകൊണ്ടാ നിങ്ങളെ നേരിൽ കണ്ട് സംസാരിക്കാൻ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നതെന്ന് ബ്രോക്കറും വീട്ടിലേക്ക് അയക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ എന്ന് സുധീഷ് സംശയത്തോടെ ചോദിക്കുമ്പോ കല്യാണം കഴിഞ്ഞാൽ വേറെ വീടെടുത്ത് മാറുകയാണെങ്കിൽ അച്ഛൻ ഓക്കെയാണെന്നാ ഉദ്ദേശിച്ചത് എന്ന് കവിതയും അവളുടെ അമ്മയും നിങ്ങളിൽ നിന്ന് ചേട്ടനെ പിരിച്ചു മാറ്റണമെന്ന് കരുതിയിട്ടല്ല. പക്ഷെ ആളുകളെ ആ വീടിനെ പറ്റിയൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോ എന്നവർ പറയേ ആളുകൾ എന്തും പറഞ്ഞോട്ടെ, നിങ്ങൾ അത് കാര്യമാക്കണ്ട. ഞാൻ ആ വീട്ടിലല്ലേ താമസിക്കുന്നത്, എനിക്കറിഞ്ഞൂടെ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു പ്രശ്നവും അവിടെ ഇല്ല എന്ന് നിധിയും പറയുന്നുണ്ട്. ആയിരിക്കാം, പക്ഷേ അങ്ങനെയൊക്കെ കേട്ടിട്ട് അവിടേക്ക് കല്യാണം കഴിച്ചയക്കുമ്പോ ഒരു വിഷമം പോലെ. നിങ്ങളുടെ വീടിനടുത്തു തന്നെ ആയാലും മതി, എന്നും അവിടേക്ക് വന്നു പോകുന്നത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ താമസിക്കുന്നത് വേറെ വേണം. വീട് വേറെ ആണെങ്കിലും കുടുംബം ഒന്ന് തന്നെയാണല്ലോ. ഇതൊക്കെയാണെങ്കിൽ അടുത്ത ആഴ്ച നിശ്ചയം നടത്താൻ ഞങ്ങൾ റെഡിയാ എന്ന് കവിതയുടെ അച്ഛൻ പറയേ. എന്നാ പിന്നെ അങ്ങനെ തന്നെ അങ്ങ് തീരുമാനിക്കാം അല്ലേ എന്ന് ബ്രോക്കറും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും സുഭാഷേട്ടൻ ഇത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ലെന്ന് പറയുമ്പോ ഞാൻ ഇത് നേരത്തെ സുഭാഷിനോട് പറഞ്ഞിട്ടുള്ളതാ, എന്നോട് പറ്റില്ലെന്ന് സുഭാഷ് അന്നേ പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ നിങ്ങൾ സമ്മതിക്കാൻ സാധ്യതയുണ്ടെന്ന് ബ്രോക്കറാ പറഞ്ഞത് ഇന്ന് കവിതയുടെ അച്ഛൻ പറയുന്നത് കേൾക്കെ സുധീഷ് സംശയത്തോടെ ബ്രോക്കറെ നോക്കുകയാ. ഇവർക്ക് എങ്ങനെയെങ്കിലും സുഭാഷിന്റെ കല്യാണം നടക്കണം. നിങ്ങൾക്കാണെങ്കിൽ വളരെ ചെറിയൊരു ഡിമാൻഡേ ഉള്ളൂ, അതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഓക്കെ ആകുമല്ലോന്ന് കരുതിയിട്ടാ എന്ന് ബ്രോക്കറും പറയുന്നുണ്ട്. ഇത് ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാ പോരെ എന്ന് സുധീഷ് ചോദിക്കേ. ഓ ധാരാളം മതിയെന്ന് കവിതയുടെ അച്ഛനും. അങ്ങനെ അവർ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങുകയാ. വീട്ടിലെത്തി സുധീഷിൽ നിന്നും കാര്യമറിഞ്ഞ നികേഷും ഹരീഷും ടെൻഷനോടെ നിൽപ്പാ. നമ്മളെ വിട്ട് തനിയെ മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ ചേട്ടൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സുധീഷ് ടെൻഷനോടെ പറയുമ്പോ സുധീഷേട്ടൻ എന്തിനാ അതു തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? സുഭാഷേട്ടൻ മാറി താമസിച്ച് ഈ കല്യാണം നടക്കുകയാണെങ്കിൽ അതുതന്നെ നടക്കട്ടെ. സുഭാഷേട്ടൻ മാറി താമസിക്കട്ടെ. നമ്മളെ നോക്കി ജീവിതകാലം മുഴുവൻ ഇവിടെ കഴിയാമെന്നത് സുഭാഷേട്ടന്റെ തലവരെയൊന്നുമല്ലല്ലോ. ഇനിയും സുഭാഷേട്ടനെ നമുക്ക് വേണ്ടി പിടിച്ചു വെക്കാൻ പാടില്ല. സുഭാഷേട്ടൻ പൊക്കോട്ടെ എന്ന് ഹരീഷും ടെൻഷനോടെ പറയുകയാ. എല്ലാം കേട്ട് സങ്കടം കടിച്ചമർത്തി നിൽക്കുകയാ നികേഷും. സുധീഷും സങ്കടത്തോടെ ആലോചിക്കുമ്പോ എനിക്കും വിഷമമുണ്ട്, പക്ഷേ അത് തന്നെയാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതാദ്യമേ പറയുന്നതാ, ഈ വീട് വിട്ടു പോയാലേ എല്ലാവർക്കും നല്ലത് നടക്കുകയുള്ളൂവെന്ന്. സുഭാഷേട്ടൻ മാറി താമസിച്ചാലേ ഈ വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കട്ടെ. എടാ നികേഷേ, നീ എന്ത് പറയുന്നു എന്ന് സുധീഷ് ചോദിക്കുമ്പോ നീ സങ്കടത്തോടെ നിൽപ്പാ. എടാ നീ ഇങ്ങനെ മുഖമുയർപ്പിച്ച് നിൽക്കല്ലേ. സുഭാഷേട്ടൻ പോയാൽ നമുക്കുണ്ടാവുന്ന നഷ്ടത്തെയും സങ്കടത്തെയും പറ്റിയല്ല, സുഭാഷേട്ടന്റെ ജീവിതത്തെ പറ്റിയാ നമ്മളിപ്പോ ആലോചിക്കേണ്ടതെന്ന് സുധീഷ് പറയുമ്പോ ഈ വീട്ടിൽ ജനിക്കാനേ പാടില്ലായിരുന്നു. ഒരു ദിവസം ജനിച്ച ഒരുപാട് ദിവസം കരയാനാ ഈ വീട്ടിലെ വിധി എന്ന് നികേഷും ടെൻഷനോടെ പറയുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും എടാ വെറുതെ ഡ്രാമ കളിക്കല്ലേ, സുഭാഷേട്ടന്റെ കല്യാണം നടക്കേണ്ടെന്നാണോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ എന്താ ഈ പറയുന്നത്? ഈ വീട്ടിലെ സുഭാഷേട്ടനും നികേഷുമാ ഏറ്റവും ക്ലോസ്. കല്യാണം കഴിഞ്ഞ് സുഭാഷേട്ടൻ പെട്ടെന്ന് വീട് വിട്ടു പോകുന്നത് നികേഷിനെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ. വെറുതെ അവനോട് ദേഷ്യപ്പെടേണ്ടെന്ന് നിധിയും പറയുന്നുണ്ട്. നികേഷും ഏട്ടത്തി സുഭാഷേട്ടന്റെ കല്യാണം നടക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ സുഭാഷേട്ടനില്ലാതെ ഈ വീട്ടിലെങ്ങനെ കഴിയുമെന്നാ. ഈ വീട് തന്നെ സുഭാഷേട്ടനാണെന്ന് അവൻ പറയുമ്പോ അതേടാ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും. അതാലോചിക്കുമ്പോ സങ്കടം തന്നെയാ. നമ്മൾ ദിവസവും ഈ വീട്ടിലേക്ക് വരുന്നതിന്റെ കാരണം തന്നെ സുഭാഷേട്ടനാണ്. പക്ഷെ അതിനുവേണ്ടി ജീവിതം മുഴുവൻ സുഭാഷേട്ടൻ നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കണോ? വിവാഹം കഴിക്കാണ്ട് ഒറ്റ തടിയായി ജീവിക്കണോ? പാവം തനിയെ പോട്ടെ, ഇനിയെങ്കിലും സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കട്ടെ എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ സങ്കടത്തോടെ കരയുന്ന നികേഷിനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. കവിതയെ വിവാഹം ചെയ്യാനായി സുധീഷും കൂട്ടരും സുഭാഷിനെ നിർബന്ധിക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.